നമസ്കാരം. കൊറോണ വൈറസിനെ പേടിച്ച് നമ്മളെല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തന്നെ പേടിച്ചിരിക്കുകയാണ്. സാനിറ്റൈസേഴ്സ് എങ്ങനെ വീട്ടിൽ തന്നെ വളരെ തുച്ഛമായ വിലയ്ക്ക് ഉണ്ടാക്കാമെന്നുള്ളത് നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. നമുക്കറിയാം, പേടിയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നമ്മുടെ ശരീരവും നമ്മുടെ കൈയും നമ്മുടെ മുഖവും എല്ലാം വൃത്തിയായി തന്നെ വെക്കുക. അതാണ് ഇതിനെതിരെ പ്രതികരിക്കാനുള്ള ഏറ്റവും നല്ല വഴി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാസ്ക് ധരിക്കാം. 2 മണിക്കൂർ കൂടുമ്പോഴെങ്കിലും നന്നായി കൈ കഴുകുക, സോപ്പും വെള്ളം ഉപയോഗിച്ച് കൈ കഴുകുക. പിന്നെ സാനിറ്റൈസേഴ്സ് ഉപയോഗിച്ച് നമ്മുടെ കൈ എപ്പോഴും റബ്ബ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പോൾ തന്നെ മാസ്കിനും സാനിറ്റൈസേഴ്സിനൊക്കെ മാർക്കറ്റിൽ വളരെ വില കൂടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ സാനിറ്റൈസേഴ്സ് എങ്ങനെ വീട്ടിൽ തന്നെ വളരെ തുച്ഛമായ വിലയ്ക്ക് ഉണ്ടാക്കാമെന്നുള്ളത് നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. അതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് നമുക്ക് പരിചയപ്പെടാം. ഞാനിപ്പോൾ ഇവിടെ 2 ലിറ്റർ സാനിറ്റൈസർ ആണ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു 2 ലിറ്ററിന്റെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ദെൻ ഹൈഡ്രജൻ പെറോക്സൈഡ്, ഇത് ആന്റിസെപ്റ്റിക് ആണ്. ഗ്ലിസറിൻ, ഇതും ആന്റിസെപ്റ്റിക് ആണ്. ദെൻ മെഡിസിനൽ സ്പിരിറ്റ്, ഇതും ആന്റിസെപ്റ്റിക് ആണ്. ഈ പറഞ്ഞ 3ഉം മെഡിക്കൽ ഷോപ്പിൽ അവൈലബിൾ ആണ്. ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഐറ്റം അലോവേറ ജെൽ. ഞാൻ ആൽമണ്ട് ഡ്രോപ്സ് എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണൽ ആണ്, ജസ്റ്റ് ഒരു മണത്തിന് വേണ്ടിയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ദെൻ ബദാം ഓയിൽ, ഇത് പ്രിസർവ് ചെയ്യാൻ വേണ്ടി. ദെൻ സ്റ്റെറൈൽ വാട്ടർ, അതിൽ പ്രപ്പോർഷൻ കറക്റ്റ് ആക്കാൻ വേണ്ടി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു ജാറും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റെററും എടുത്തിട്ടുണ്ട്. ഈ പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റെററിലേക്ക് നമുക്കെല്ലാം കമ്പോ കോലോ വെച്ച് നമുക്കിന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മിക്സ് ചെയ്യുന്നതിൻ്റെ റേഷ്യോ 1:3:7 എന്ന റേഷ്യോയിലാണ് മിക്സ് ചെയ്യേണ്ടത്. അതായത് 1:3 റേഷ്യോ എന്ന് പറയുന്നത്, അതിൽ 1 എന്ന് പറയുന്നത് ഈ ഗ്ലിസറിനും ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. 3 എന്ന് പറയുന്നത് ഈ അലോവേറ ജെല്ലും, 7 എന്ന് പറയുന്നത് ഈ ആൽക്കഹോളുമാണ്. നമുക്ക് ഇനി ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഈ അലോവേറ ജെൽ എടുക്കാം. ഇത് 100 ml ആണ്. അപ്പോൾ ഈ അലോവേറ ജെല്ല് നമുക്ക് ഈ 100 ml നമുക്ക് ഒരു 2 ലിറ്റർ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഈ 100 ml ഫുൾ എടുക്കുന്നത്. സോ അലോവേറ ജെല്ല് ഫുൾ ഒഴിക്കാം. ദെൻ അതിലേക്ക് 3 ml ഗ്ലിസറിൻ. ഓക്കെ, 3 ml ഗ്ലിസറിൻ സിറിഞ്ചിൽ വലിച്ചെടുക്കുകയാണ്. 3 ml ഗ്ലിസറിൻ ഒഴിച്ചു. ദെൻ അതിലേക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിക്കുകയാണ്. അതും 3 ml. ഓക്കെ, 3 ml ഹൈഡ്രജൻ പെറോക്സൈഡും ഒഴിക്കുകയാണ്. ദെൻ നന്നായി മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ സ്റ്റിറർ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. നന്നായിട്ട് മിക്സ് ചെയ്തു. നമുക്ക് ഇതിനകത്തേക്ക് ഇനി ആൽക്കഹോൾ ഒഴിക്കാം. അപ്പോൾ ഞാൻ ഈ 100 ml 300 ml ആൽക്കഹോളാണ് ഒഴിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഒരു 6 ഡ്രോപ്പ് ആൽമണ്ട് ഓയിൽ നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ പറഞ്ഞു, ഇത് ഓപ്ഷണലാണ്, ജസ്റ്റ് ഒരു മണത്തിന് വേണ്ടിയാണ് നമുക്കിത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഒരു 6 ഡ്രോപ്പ് ഒഴിച്ചിട്ടുണ്ട്. ദെൻ ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു 2 ml ബദാം ഓയിൽ ആഡ് ചെയ്യാണ്. 2 ml ബദാം ഓയിലും ആഡ് ചെയ്തു. ദെൻ ഇതിലേക്ക് ഞാൻ ഒരു സ്റ്റെറൈൽ വാട്ടർ ഒഴിക്കുകയാണ്. പ്രപ്പോർഷൻ കറക്റ്റ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റെറൈൽ വാട്ടർ യൂസ് ചെയ്യുന്നത്. 10 ml സ്റ്റെറൈൽ വാട്ടറാണ് നമ്മൾ യൂസ് ചെയ്തത്. ദെൻ നന്നായി മിക്സ് ചെയ്യാം. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ സാനിറ്റൈസർ റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി ഇത് ക്ലോസ് ചെയ്ത് വെക്കണം, കാരണം ഇത് അറ്റ്മോസ്ഫിയറിൽ ആൽക്കഹോള് ആവിയായി പോകും. സോ ഇത് നന്നായി ക്ലോസ് ചെയ്ത് വെക്കണം. ഓക്കെ, നമുക്ക് ഇതൊരു ബോട്ടിലെടുത്ത് നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിത് ഇതിനകത്തേക്ക് മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് ഉപയോഗിക്കാം. താങ്ക് യു.